ഹായ് ഫ്രണ്ട്സ്, റിയൽമി 3 എന്ന ഫോൺ വരുന്നുണ്ടെന്ന് നമുക്കറിയാം. ഓൾറെഡി ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഈ ഫോൺ ഇപ്പോൾ വരുന്നത് തീർച്ചയായിട്ടും ഒരു ഗംഭീര കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് ഓൾറെഡി അറിയാം, റെഡ്മി നോട്ട് 5 പ്രോ എന്ന ഫോൺ മികച്ച റെഡ്മി ഫോണോട് നിൽക്കുമ്പോഴാണ് റിയൽമി 2 പ്രോ അത് വന്നതോടുകൂടി ആ റേഞ്ചിലെ ഒരു ബെസ്റ്റ് ഫോണായിട്ട്, ഒരു ഓൾറൗണ്ടർ ഫോൺ, വാല്യൂ ഫോർ മണി ആയ ഒരു ഫോണായിട്ട് അത് മാറുകയായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ റെഡ്മി നോട്ട് 7ഉം 7 പ്രോയും നിൽക്കുമ്പോൾ ഇവ ബെസ്റ്റ് ഫോൺ എന്ന രീതിയിൽ തന്നെ നിൽക്കുകയാണ് അവർ. ആ ഒരു ടൈമിലാണ് റിയൽമി 3യും 3 പ്രോയും വരുന്നത്. ഓൾറെഡി റിയൽമി 3യുടെ പ്രൈസ് 10,000 രൂപ റേഞ്ചിലാണ്, അതിൽ താഴെയോ മറ്റൊക്കെ ആണെന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റെഡ്മി നോട്ട് 7നേക്കാൾ ഒരു പക്ഷേ രണ്ടാമത് ചിന്തിച്ച് വാങ്ങിക്കാവുന്ന ഒരു ഫോണായിട്ട് ഈ റിയൽമി 3 മാറിയേക്കാം. കാരണം അതിൻ്റെ ഡിസൈൻ, വാട്ടർഡ്രോപ്പ് ഡിസൈനും കാര്യങ്ങളൊക്കെ ഓക്കെ, ഡിസൈനൊക്കെ വിടാം നമുക്ക്. പെർഫോമൻസ് ഹീലിയോ P70 എന്ന് പറയുന്ന നല്ല പ്രോസറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പവർഫുൾ ആയ ഡിവൈസ് തന്നെയാണ്. 48 മെഗാ പിക്സലിൻ്റെ ക്യാമറ ഈ ഫോണിൽ ഉണ്ടാവുമെന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും റെഡ്മി നോട്ട് 7നുള്ള ക്യാമറ സെറ്റപ്പിനേക്കാൾ മികച്ച ഒരു ക്യാമറ സെറ്റപ്പായിട്ട് ഇത് മാറും. ബാറ്ററി 4230 mAh ആണ്. 4000 mAh ആണ് നമ്മുടെ റെഡ്മി നോട്ട് 7ലുള്ളത്. അപ്പോൾ അതിനേക്കാൾ 1-2 മേഖലകളിൽ മികച്ചു നിൽക്കുന്ന ഒരു ഫോണായിട്ട് തന്നെയാണ് റിയൽമി 3 വരാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് മുൻകാലങ്ങളിൽ കണ്ട പോലെ ഈ പ്രൈസ് റേഞ്ചിലെ ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ ആയിട്ട് റിയൽമി 3 മാറിയേക്കാം. അങ്ങനെ മാറാൻ പോകുന്ന ഈ ഫോണിൽ വേറെയും സ്പ്ലാഷ് പ്രൂഫ്, അതേപോലെ നൈറ്റ് സ്കേപ്പ്, ലോ ലൈറ്റിലേക്ക് ബെസ്റ്റ് ഫോട്ടോസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ലോ ലൈറ്റ് നൈറ്റ് സ്കേപ്പ് മോഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നുണ്ട്. റൂമേഴ്സ് അല്ല, കൺഫേം ആണ്. അവരുടെ CEO തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ കൺഫേം ആയ കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇത് വരുമ്പോൾ തീർച്ചയായിട്ടും റെഡ്മി നോട്ട് 7 നല്ലൊരു കോമ്പറ്റീഷൻ ഐറ്റമായിട്ട് ഈ ഒരു ഫോൺ മാറും. അപ്പോൾ ഇതാണ് റിയൽമി 3. എന്നാൽ 3 പ്രോ, നമുക്ക് റെഡ്മി നോട്ട് 7 മാത്രമല്ല, 7 പ്രോ ഉണ്ടല്ലേ, അടുത്ത ലെവലിലൊരു ഫോണുണ്ട്. ആ ഫോണിനുള്ള കോമ്പറ്റീഷൻ ആയിട്ടും തയ്യാറായി കഴിഞ്ഞു. റിയൽമി 3 പ്രോ എന്നാണ് ഈ ഫോണിൻ്റെ പേര്. കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും വ്യക്തമാക്കിയിട്ടില്ല, സൈലൻ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. റെഡ്മി നോട്ട് 7 എന്ന ഫോൺ ഇതിലേക്ക് വരുമ്പോൾ നോട്ട് 7 മാത്രമേ കാണിച്ചുള്ളൂ. ലോഞ്ചിലാണ് 7 പ്രോയെ കാണിച്ചത്. റിയൽമി 3യുടെ കാര്യം മാത്രമേ ഇവിടെ കേൾക്കുന്നുള്ളൂ. പക്ഷേ ഒരു ടീസർ റിയൽമി 3 പ്രോയുടെ കൊടുത്തിട്ടുണ്ട്. 3 എന്ന ഒരു ഫ്ലാഷ് അതിൻ്റെ മുകളിൽ പ്രോ ആക്റ്റീവ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ പ്രോ എന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 3 പ്രോ ഈ ഫോണും വരികയാണ്. ഒരുപാട് സാറ്റുകൾ അതിൻ്റെ റൂമേഴ്സ് കാണാം. ഒരു പക്ഷേ റിയൽമി 3യുടെ ഒപ്പം തന്നെ 3 പ്രോയും ലോഞ്ച് ചെയ്തേക്കാം. അങ്ങനെയെങ്കിൽ ഷാവോമിയുടെ റെഡ്മി നോട്ട് 7 പ്രോ ഈ രണ്ട് ഫോണുകൾക്കുള്ള ഗംഭീര കോമ്പറ്റീഷൻ ഐറ്റമായിട്ട് തന്നെയാണ് റിയൽമി 3യും 3 പ്രോയും വരാൻ പോകുന്നത്. കാരണം മുൻകാലങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ, ബെസ്റ്റ് ഓൾറൗണ്ടറായ റിയൽമി ഫോണുകൾ നമുക്കറിയാം. അപ്പോൾ അതേപോലത്തെ ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ ആവാൻ വേണ്ടിയിട്ടുള്ള ഫോണുകളായിരിക്കും ഈ വരുന്നത്. 3 ഓൾറെഡി സ്വല്പം ബെറ്റർ സൈഡിലാണ് പല കാര്യങ്ങളും നമുക്ക് നോട്ട് 7നേക്കാൾ കാണാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗംഭീര കോമ്പറ്റീഷനായിട്ട് തന്നെ മാറിയേക്കാം. 3യും 3 പ്രോയും ഒരുമിച്ച് ഈ വരുന്ന 4-ാം തീയതി 12:30 ലോഞ്ച് ചെയ്യുന്നതാണ് ഇപ്പോൾ കേൾക്കുന്നത്. കൺഫേം അല്ല, അത് റൂമറാണ്. 3 ആണ് ഈ പറഞ്ഞ ഡേറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. 3 പ്രോയും ഒരു പക്ഷേ ലോഞ്ച് ചെയ്തേക്കാം. അങ്ങനെയെങ്കിൽ റെഡ്മി നോട്ട് 7ഉം 7 പ്രോ ഒക്കെ വാങ്ങിക്കാൻ പോകുന്ന ആൾക്കാർക്ക് ഒന്ന് വെയിറ്റ് ചെയ്ത് ചിന്തിക്കാനുള്ള ഫോണുകളായിട്ട് മാറിയേക്കാം ഈ 3യും 3 പ്രോയും ഒക്കെ. വീഡിയോ അവസാനിക്കുന്ന മുമ്പ് ഒരു കാര്യം കൂടിയും, ഇത് റൂമറുകളുടെ ഒരു റൗണ്ടപ്പാണ്, അല്ലെങ്കിൽ ലീക്കായി കിട്ടിയ വിവരങ്ങളിലേക്ക് ഒരു റൗണ്ടപ്പ് എന്ന് പറയുന്നൊരു വീഡിയോ ആണ്. ഈ വീഡിയോ അല്ലാണ്ട് കറക്റ്റായിട്ട് ആ ഫോൺ ഇങ്ങനെ ആയിരിക്കും എന്ന് പറയുന്നൊരു വീഡിയോ അല്ല. ഒരു ഫോണൊക്കെ വരുന്നതിന് മുൻപ് അതിനെക്കുറിച്ച് ധാരാളം വീഡിയോസ് ഇംഗ്ലീഷിലും ഹിന്ദിയിലും തമിഴിലും മലയാളത്തിലും ഒക്കെ വരാറുണ്ട്. അതുപോലത്തെ ഒരു വീഡിയോ ആണത്. നമ്മുടെ ഒരു വീഡിയോയ്ക്ക് താഴെ, റെഡ്മി നോട്ട് 7നെ കുറിച്ച് പറഞ്ഞ വീഡിയോയ്ക്ക് താഴെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. വെറുതെ തള്ളാതെ, വെറുതെ അറിയാത്ത കാര്യങ്ങളൊന്നും പറയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു കമൻറ്റ്. ഇത്തരമൊരു വീഡിയോ എന്ന് പറയുന്നത് എല്ലാ ലാംഗ്വേജിലും വരുന്നതാണ്. അല്ലാണ്ട് മലയാളികളൊക്കെ തള്ളലുകാരിലാണെന്നാണ് അദ്ദേഹം ഒരു കമൻറ്റ് വഴി അവകാശപ്പെട്ടത്. അപ്പോൾ തള്ളലൊന്നുമല്ല, ഇത് റൂമർ എന്ന് പറയുന്ന സംഭവങ്ങളുടെ റൗണ്ടപ്പ്, അല്ലെങ്കിൽ ലീക്കുകളുടെ റൗണ്ടപ്പാണ്. അതിനെ ആ രീതിയിൽ മനസ്സിലാക്കിയാൽ യാതൊരു ഇഷ്യൂസും ഇല്ല. പിന്നെ ഇതിപ്പോൾ എന്തൊക്കെയാണെങ്കിലും കോമ്പറ്റീഷൻ, ഇപ്പോൾ റെഡ്മി നല്ല ഫോണുകൾ ഇറക്കി, നോട്ട് 7 പ്രോ, റിയൽമി 3 പ്രോ, എന്തൊക്കെ വന്നാലും ബ്രാൻഡുകൾ കാശുണ്ടാക്കും. ആ കോമ്പറ്റീഷനിൽ നിന്നും നമുക്ക് ബെറ്റർ പ്രൊഡക്റ്റ് കിട്ടും. നമ്മൾ കസ്റ്റമറാണ്, അല്ലാണ്ട് ഒരു ബ്രാൻഡിൻ്റെ ആളല്ല. ആ രീതിയിൽ ചിന്തിച്ചാൽ ഈ കോമ്പറ്റീഷൻ മുറുകുമ്പോൾ നമുക്ക് തന്നെയാണ് ഗുണം എന്ന കാര്യം റിയലൈസ് ചെയ്യുക. 2 ഫോണുകൾ വരുന്നുണ്ട്, റിയൽമി 3യും 3 പ്രോയും. 12:30 4-ാം തീയതിയാണ്. അപ്പോൾ വിശേഷങ്ങൾ കൂടുതൽ ക്ലാരിറ്റിയോടുകൂടി അന്ന് വീണ്ടും മറ്റൊരു വീഡിയോ കണ്ടുമുട്ടാം. ബൈ.